ഹലോ, ഐ എം റോസ്മേരി ഫ്രം സ്ലംഫിറ്റ്. എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, വെജിറ്റേറിയൻസിന് എന്ത് പ്രോട്ടീൻ കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ നോമ്പ് കാലത്തിൽ കർക്കിടകം കഴിഞ്ഞു, അതുപോലെ തന്നെ എന്താ ക്രിസ്ത്യൻസിൻ്റെ ഒരു കുഞ്ഞ് നോമ്പ് കഴിഞ്ഞു, ഈ സമയത്തൊക്കെ ഞങ്ങൾക്ക് എന്ത് പ്രോട്ടീൻ കഴിക്കാൻ പറ്റും? നോൺ വെജിലാണ് സ്പെഷ്യലി പ്രോട്ടീൻ എന്ന് നമ്മളെല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. അല്ലാതെ വേണ്ട പ്രോട്ടീൻസ്, നമ്മുടെ ഡ്രൈ നട്ട്സ് ഉണ്ടല്ലോ, നമ്മുടെ സാധാ കപ്പലണ്ടി, പൊട്ടുകടല, ബദാം, നട്ട്സ്, വാൾനട്ട്, അതെല്ലാം പ്രോട്ടീൻ്റെ നല്ല സോഴ്സുകളാണ്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പരിപ്പ്, ചെറുപയർ, വൻപയർ, കടല, മുതിര, വെള്ളക്കടല, ഉഴുന്ന്, ഇതെല്ലാം നമുക്ക് നന്നായിട്ട് പ്രോട്ടീൻ തരുന്ന സാധനങ്ങളാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ ഡെയിലി കിച്ചണിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം അല്ലേ. പക്ഷെ ഇതെല്ലാം എങ്ങനെയാണ് നിങ്ങളുടെ മെനുവിൽ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതും കൂടെ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ സ്പ്രൗട്ട്സ്, നമ്മുടെ ചെറുപയർ മുളപ്പിച്ചത്, കടല മുളപ്പിച്ചത്, ഇതെല്ലാം നന്നായിട്ട് പ്രോട്ടീൻ തരും. ഇനി പാലും കൂടെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ പാലും പാലിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും പ്രോട്ടീൻ്റെ നല്ലൊരു സോഴ്സാണ്. അതുകൊണ്ട് ഡെയിലി നിങ്ങളുടെ മെയിൻ മീലിലെല്ലാം 3 നേരവും പ്രോട്ടീൻ ഉൾപ്പെടുത്താൻ നോക്കുക. കാർബിനെക്കാട്ടും കൂടുതലായിട്ട് പ്രോട്ടീനും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതും കഴിക്കേണ്ടതും നിങ്ങളുടെ ഒരു ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, we'll see you with another topic from SlumFit. Bye bye.